ചിലർ ഒരൊറ്റ സിനിമയിലൂടെയായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് നടന്നു കയറുന്നത്. മറ്റു ചിലരാകട്ടെ ഒരൊറ്റ ഷോയിലൂടെയായിരിക്കും നമ്മുടെ മനസ്സിനെ കീഴടക്കുന്നത്. അത്തരത്തിൽ മറിമായം എന്നൊരൊറ്റ ഷോയിലൂടെ നമ്മുടെ മനസ്സിനെയൊക്കെ കീഴടക്കിയ വളരെ സ്മാർട്ട് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് രചന നാരായണൻകുട്ടി. രചന നാരായണൻകുട്ടിയുടെ വളരെ കുട്ടിത്തമാർന്ന വിശേഷങ്ങളുമായാണ് ഇന്നത്തെ വനിത നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ഹലോ രചന നാരായണൻകുട്ടി. ചേച്ചി പേരിൽ തന്നെ ഒരു കുട്ടിത്തമുള്ള രചനയാണല്ലേ? സ്വഭാവത്തിൽ അത് തന്നെ അല്ലേ? കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു? അതന്നെ, പേരിൽ തന്നെയുള്ള കുട്ടിത്തം നിലനിർത്തുന്നത്. അപ്പൊ രചന, മറിമായത്തിലെ രചന എല്ലാവർക്കും അറിയാം, പക്ഷെ കുറച്ചുകൂടി ഒരു പേഴ്സണൽ ലൈഫാണ് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് വനിതയിൽ തുറന്നിടാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പൊ ശരിക്കും രചന എന്താണ്? ടീച്ചറാണെന്ന് അറിയാം, അപ്പൊ ഒന്ന് പറയാമോ? ഞാൻ ഇപ്പൊ തൃശ്ശൂർ ദേവമാത CMI പബ്ലിക് സ്കൂളില് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ്. ഓക്കെ, കുട്ടികളെയൊക്കെ വളരെ സീരിയസ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ടീച്ചറാണ്. സീരിയസ് ആയിട്ട് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല ഇവിടെ, കാരണം അവരിപ്പൊ എന്റെ തലയിൽ കയറി. അപ്പൊ അവരുടെ ഒപ്പം പോയി കഴിഞ്ഞാൽ അതിനൊരു ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ടീച്ചിങ്ങിന് ഒരു സുഖം ഉണ്ടാവും. പക്ക കോമഡി ആയിട്ട് പോയാൽ ക്ലാസ് തന്നെ ഡ്രോപ്പ് ആയിപ്പോവും. അപ്പൊ അങ്ങനെ ചെയ്യാറില്ല. അവർക്ക് കൂടി എങ്ങനെ ഇഷ്ടമാവണോ അങ്ങനെ ക്ലാസ് എടുക്കും. അങ്ങനെ പോണ ഒരു ടീച്ചറാണ്. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും എന്നിൽ ആ കുട്ടിത്തം ഉണ്ടെന്ന് സന്ധിച്ചേച്ചിക്ക് തോന്നിയത്. രചന, അതിനു മുൻപ് ഒരു RJ ആയിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടോ? എനിക്ക് തോന്നുന്നു അത് അധികം ആർക്കും അറിയില്ല അല്ലെ? അതൊന്ന് പറയും. ഞാൻ റേഡിയോ മാംഗോയില്, മനോരമയുടെ തന്നെ റേഡിയോ മാംഗോ 91.9 തൃശ്ശൂർ സ്റ്റേഷനില് ബ്രേക്ക്ഫാസ്റ്റ് ഷോ ചെയ്തിരുന്ന ഒരു RJ ആയിരുന്നു. ആ സമയത്താണ് B.Ed ചെയ്തത്. അത് അപ്പൊ റിസൈൻ ചെയ്തിട്ട് പിന്നെ ടീച്ചിങ് എനിക്ക് പണ്ടോട്ട് എങ്ങനെ ഞാൻ വടിയൊക്കെ എടുത്ത് നടന്ന് ബെഞ്ചിനടിച്ച് വാളിലടിച്ച് അങ്ങനെ നടന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ ചെറുപ്പം തൊട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു ടീച്ചർ ആവാൻ. അതുകൊണ്ട് ആ ഒരു പ്രൊഫഷനിലേക്ക് മാറിയെന്ന് മാത്രം. ഓക്കെ, ഒരു ചേഞ്ച് അല്ലേ, ഒരു ഷിഫ്റ്റ്. ഇപ്പൊ എല്ലാം ഇങ്ങനെ ചേഞ്ച് ആണല്ലോ. അത് കഴിയുമ്പോ വീണ്ടും മറിമായത്തിലൂടെ ഹിറ്റ് ആവുന്നു. എങ്ങനെയാണ് ശരിക്കും മറിമായത്തിലേക്ക് വരുന്നത്? മറിമായത്തിൽ ഞാൻ പറഞ്ഞില്ലേ RJ ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ എന്റെ കോജോക്ക് ജയരാജേട്ടൻ ഉണ്ടായിരുന്നു. ജയരാജേട്ടനാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഒരു ദിവസം ജയരാജേട്ടൻ വിളിച്ചിട്ട് ചോദിച്ചു, ഇങ്ങനെ നമ്മുടെ മനോരമയില് മനോരമയിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, അപ്പൊ രചനയ്ക്ക് ചെയ്യണോ, രചനയ്ക്ക് ചെയ്തുകൂടെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ കോമഡിയൊക്കെ ചെയ്താൽ ശരിയാണോ, എനിക്ക് അതിനുള്ളതൊക്കെ ഉണ്ടോ ചോദിച്ചു. അപ്പൊ ഏട്ടൻ പറഞ്ഞു, കാരണം ഏട്ടൻ എന്നെ കുറച്ചുകൂടി നന്നായിട്ട് അറിയാം. ഞങ്ങൾ 2.5 വർഷം ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഷോ ചെയ്ത കാരണം എന്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളതെന്ന് ആൾക്കറിയാം. അപ്പൊ ആള് പറഞ്ഞു, പറ്റും, നിനക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ, എന്നാ ശരി, ഒരു 1-2 എപ്പിസോഡൊക്കെ ചെയ്തിട്ട് ഞാൻ നോക്കാന്ന് വിചാരിച്ചു. വേണ്ടെങ്കിൽ വേണ്ടാന്ന് വെക്കാതെ വിചാരിച്ചു. അപ്പൊ ഞാൻ ഫസ്റ്റ് എപ്പിസോഡ് എന്ന് വരുമ്പോ ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അന്നാണെങ്കിൽ എനിക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് കാണാനും പറ്റിയില്ല. അപ്പൊ എന്റെ ഫോൺ ഇങ്ങനെ വന്നോണ്ടിരിക്കുക. അത് കഴിഞ്ഞ് എനിക്ക് എടുക്കാനും പറ്റില്ല. കുറച്ച് ഞാൻ എടുത്തിട്ട് ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞു, അത് ഞാൻ തന്നെയാണ്. അപ്പൊ അവരൊക്കെ ചോദിച്ചു, നിനക്കിത് കുറച്ചുകൂടി മുമ്പേ ആവായിരുന്നില്ലേ ചോദിച്ചു. നമ്മൾ ഇപ്പോഴാണ് അങ്ങനെ സമയമുണ്ട്. രചന വന്ന സമയം ഇതായിരുന്നു. രചന ഇപ്പൊ മറിമായത്തിലൂടെ ഒരുപാട് ഗെറ്റപ്സിൽ നമ്മുടെയൊക്കെ ഫ്രണ്ടിൽ വരുന്നുണ്ട്. പക്ഷെ രചനയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള എപ്പിസോഡ് ഏതായിരുന്നു? ചെയ്ത എപ്പിസോഡ്സിൽ ഇപ്പോഴും എനിക്ക് ഇഷ്ടമുള്ളത് ഞാനൊരു ഡോക്ടർ ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ്. അപ്പൊ അതിലാണ് കുറച്ചും കൂടി എനിക്ക് എന്നെ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയത് ആ ഒരു എപ്പിസോഡിലായിരുന്നു. അതിലൊരു ഡയലോഗ് ഉണ്ട്, കിഡ്നി കിഡ്നി എന്ന് പറയുന്ന ഡയലോഗ്. അത് ഭയങ്കര ഹിറ്റ് ആയിരുന്നു. അപ്പൊ പുറത്തൊക്കെ ചെല്ലുമ്പോ എല്ലാവരും എന്നെ കാണുമ്പോ അങ്ങനെ പറയും, കിഡ്നി കിഡ്നി. അപ്പൊ അതൊരു ഭയങ്കരമായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു എപ്പിസോഡായിരുന്നു. അതെനിക്ക് ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. സത്യശീലൻ ഓപ്പറേഷനോ? എല്ലാ ചികിത്സയും പരാജയപ്പെടുമ്പോഴല്ലേ ഡോക്ടറെ ഓപ്പറേഷൻ? ഇതിപ്പോ എന്താ ആദ്യം തന്നെ ഓപ്പറേഷൻ? അല്ല, എല്ലാം നമ്മൾ തന്നെ ചെയ്യേണ്ട സത്യശീല. അപ്പിന്നെ പണി അങ്ങ് കഴിച്ചു വെക്കാന്ന് കരുതിയാ മതി. പക്ഷെ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ ഡോക്ടറെ. ഇല്ലേ? ഉണ്ടോ? ആരാ ഡോക്ടർ? നിങ്ങളോ ഞങ്ങളോ? ഞങ്ങള് അല്ല നിങ്ങള്. അതാദ്യം അങ്ങോട്ട് അംഗീകരിക്കാം. സത്യശീലന് അസുഖമുണ്ട്, അല്ലെങ്കിൽ പിന്നെ എങ്ങനെ പനി വന്നു? എങ്ങനെ നെഞ്ചിരിച്ചില് വന്നു? തലകറക്കം അതെങ്ങനെ വന്നു? ഒരു കാര്യം ചെയ്യും, ഡോക്ടർ സുരൻ ഒന്ന് പോയി കാണും. അതെന്തിന്റെ ഡോക്ടറാണാവോ? ഗൈനക്കോളജിസ്റ്റ്. ഗൈനക്കോളജിയോ? അവിടെ എന്താ ടെസ്റ്റ്? കിഡ്നി. എന്ത്?
കിഡ്നി ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഹ്യൂമർ ആണ് എനിക്ക് പറ്റുമോ എന്നൊരു സംശയത്തോടു കൂടിയാണ് ഹ്യൂമറിലേക്ക് വരുന്നത്. ഹ്യൂമർ ചെയ്ത ശേഷം എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അതെന്താ വെച്ചാലേ മുഴുവൻ എന്റെ കഴിവാന്ന് ഞാൻ പറയില്ല. എന്നിൽ എന്തോ ഉണ്ട്, ഉള്ളിലുണ്ട്, അത് ഞാൻ പുറത്തേക്ക് എടുക്കണം. പക്ഷെ എന്റെ യെസ് ഡയറക്ടർ അദ്ദേഹം ഉണ്ണി സാറ് അദ്ദേഹം വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഫസ്റ്റ് ഒക്കെ ഞാൻ ചെയ്യുമ്പോൾ ഭയങ്കര ഓവറായിരുന്നു, എനിക്ക് എങ്ങനെയാ ചെയ്യാന്ന് അറിയില്ല. അതുകൊണ്ട് അപ്പൊ ആള് പറയും അത്രയ്ക്ക് വേണ്ട, കുറച്ചോളൂ പറയും. അപ്പൊ അങ്ങനെ പിന്നെ കൂടെ ഉള്ളവരാണെങ്കിൽ കൊളീഗ്സ് ആണെങ്കിലും വിനോദേട്ടൻ, മണികണ്ഠേട്ടൻ, സിദ്ധാർത്ഥ്, സ്നേഹ, പിന്നെ നിയാസിക്ക, അവരൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഞാനാണ് അവിടെ ഫ്രഷർ. അപ്പൊ അവരൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഞങ്ങൾ ഇങ്ങനെ പറയുമ്പോ നീ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്തു എന്ന് പറയും. അപ്പൊ ഓക്കെ, അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. ഇപ്പൊ ഞാൻ അങ്ങോട്ട് പറയാൻ തുടങ്ങി, ചേട്ടാ ഇത് പറയുമ്പോ പറയാൻ തുടങ്ങി. അപ്പൊ അവരൊക്കെ ഇപ്പൊ എന്നെ കളിയാക്ക, ഓ ഇപ്പൊ വത്സല മാഡത്തിന്റെ പറയുന്നല്ലേ അറിയുള്ളൂ, ഞങ്ങളൊന്നും അറിയില്ലല്ലോ പറഞ്ഞിട്ട് ഇപ്പൊ എപ്പോഴും കളിയാക്കല എല്ലാവർക്കും പണി. പുറത്തു പോകുമ്പോ എങ്ങനെയുണ്ട്? കാരണം രചന അതുവരെ ആർജെ ആയിരുന്നു, അത് കഴിഞ്ഞിപ്പോ ഒരു അധ്യാപിക, ഓരോന്നിനും ഓരോ ഇതാണ് അല്ലെ. ഇപ്പൊ മറിമായത്തിലൂടെ രചന അറിയുമ്പോ എങ്ങനെയാണ്? എല്ലാവരും ഇപ്പൊ തിരിച്ചറിയാൻ തുടങ്ങുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷം. അത് കഴിഞ്ഞിട്ട് ചോദിക്കും കുട്ടി എന്താ ചെയ്യണ ചോദിക്കുമ്പോ ഞാൻ ടീച്ചറാണ്. ടീച്ചറോ? അതെ, രണ്ട് എക്സ്ട്രീം അല്ലേ. പിന്നെ എല്ലാവരും കുട്ടികളുടെ പാരന്റ്സ് ആണെങ്കിലൊക്കെ കാണുമ്പോ പറയും അവരൊക്കെ ഇമിറ്റേറ്റ് ചെയ്യും വീട്ടിൽ തന്നെ. അപ്പൊ അതൊക്കെ കേൾക്കാൻ ഭയങ്കര സന്തോഷം, എല്ലാവരും അറിയാൻ തുടങ്ങി. ഇപ്പൊ രചനയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിയേറ്റീവ് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു കലാതിലകമായിരുന്നു 4th സ്റ്റാൻഡേർഡ് മുതൽ 10th വരെ അല്ലെ, അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയാം. അത് ചെറുപ്പം തൊട്ടേ ഡാൻസ് പഠിക്കാൻ തുടങ്ങി. ഒരു 3.5 വയസ്സിൽ എന്റെ വീടിന്റെ മുകളിൽ തട്ടിന്റെ മുകളിൽ ഒരു ഡാൻസ് ടീച്ചർ ഉണ്ടായിരുന്നു. അവിടെ ചേച്ചി വന്നിട്ട് ക്ലാസ് എടുക്കുമായിരുന്നു. അപ്പൊ എനിക്ക് തക്കിട്ട എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റെപ്പ് ഉണ്ട് ഭരതനാട്യത്തിൽ, അത് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആ സ്റ്റെപ്പ് ആകുമ്പോൾ മാത്രം ഒരു പെറ്റിക്കോട്ട് ഇട്ടിട്ട് മുകളിലേക്ക് വിടും, എന്നിട്ട് അത് കളിച്ചിട്ട് താഴേക്ക് വരും. അപ്പൊ അങ്ങനെയാണ് എനിക്ക് കളിക്കാൻ പറ്റും, ഒരു താളബോധം ഉണ്ട് എന്ന് അച്ഛനൊക്കെ മനസ്സിലായത്. പിന്നെ ശരിക്കും ദക്ഷിണയൊക്കെ വെച്ച് ഡാൻസ് പഠിക്കാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് ഭയങ്കര മടിയായി. ഈ അരമണ്ഡലം പോസ്ചർ ഉണ്ടല്ലോ, അത് ഭയങ്കര ശരിക്കും. അപ്പൊ ആ പോസ്ചർ ഒക്കെ വരുന്ന സമയത്ത് ചേച്ചിയാണെങ്കിൽ നന്നായിട്ട് ചെയ്തില്ലെങ്കിൽ കുറച്ച് പണിഷ്മെന്റ് ഒക്കെ ഉണ്ട്, കുറെ നേരം ഇരുത്തും. അപ്പൊ അതെനിക്ക് പറ്റില്ല പറഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ട് ഓടിപ്പോരും, അച്ഛനൊരു വടിയെടുക്കും, തിരിച്ചു വിടും. അങ്ങനെയാണ് പഠിച്ചു വന്നത്. പിന്നെ കഥാപ്രസംഗം, മിമിക്രി, മോണോ ആക്ട് ഇത്യാദി കലാതിലകമാവാൻ എന്തൊക്കെ വേണോ അതൊക്കെ ഞാൻ പറ്റി. അപ്പൊ ആ ഒരു പഴയ ഐറ്റംസ് ഒക്കെ ഓർമ്മയുണ്ട്? എന്തെങ്കിലും നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് കാണിക്കാൻ പറ്റുമോ? കാരണം രചനയുടെ അങ്ങനെ ഒരു മുഖാരും കണ്ടിട്ടില്ല. ഞാൻ ചെയ്യാം, മിമിക്രി ചെയ്യാം. അത് എന്താ വെച്ചാ അന്ന് ജഡ്ജ് ആയിരുന്നത് ജഗന്നാഥൻ, ആക്ടർ ഉണ്ടല്ലോ, നാടക നടനൊക്കെ ആയിട്ടുള്ള ജഗന്നാഥൻ സാർ ആയിരുന്നു. അപ്പൊ അദ്ദേഹം റിസൾട്ട് അനൗൺസ് ചെയ്യുമ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്: പൊതുവെ പെൺകുട്ടികൾ ആൺകുട്ടികളുടെ ശബ്ദത്തിൽ സംസാരിക്കാറില്ല, ഐറ്റംസ് ചെയ്യാറില്ല. പക്ഷെ ഫസ്റ്റ് കിട്ടിയ കുട്ടി അത് ചെയ്തതുകൊണ്ട് ആ കുട്ടിക്ക് എന്തായാലും ഫസ്റ്റ് കൊടുത്തേ ഞങ്ങൾക്ക് മതിയാവുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ അന്ന് ചെയ്ത എന്താ വെച്ചാൽ നമ്മുടെ മണിച്ചേട്ടൻ, കലാഭവൻ മണിച്ചേട്ടൻ, ആളുടെ പാട്ടുകള് അത് ഞാൻ അക്ഷര ശ്ലോകത്തിൽ അവതരിപ്പിച്ചു. അത് ചെയ്യാം. ഓടണ്ട ഓടണ്ട ഓടിത്തളരണ്ട ഓമന പൂമുഖം വാടിടേണ്ട ഒട്ടണ ഒട്ടണ എന്നനം ഒട്ടണ ചൂളമരത്തിന്റെ കായ പോലെ 12ത്തിന്റെ ഹോണടി കേൾക്കുമ്പോ കണ്ണുകളെല്ലാം വട്ടക്കോട്ടല്ലോ. വട്ടം പിടിക്കാനും എന്നെ കൊണ്ടാവൂല മൊന്നോ ചേട്ട. ഇതായിരുന്നു അന്ന് ചെയ്തത്. അപ്പൊ ഒരു കലാതിലകത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും ഇങ്ങനെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും മോണാക്ട്, മിമിക്രി, കഥാപ്രസംഗം ഇതൊക്കെ പറഞ്ഞു. പിന്നീട് ഇതിന് ശേഷം എപ്പോഴെങ്കിലും ഇത് കണ്ടിന്യൂ ചെയ്തിരുന്നു? യൂണിവേഴ്സിറ്റിയിൽ ഒരു തവണ കലാതിലകം. ഞാൻ 2003-2004 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോ കലാതിലകമായിരുന്നു. പക്ഷെ അന്ന് ഈ ഇവന്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് തൃശ്ശൂർ ആയ കാരണം ഞങ്ങള് ഡി സോണിലാണ്. അപ്പൊ അന്ന് എല്ലാത്തിനും സെക്കൻഡ് പ്രൈസ് ആയിരുന്നു ഡി സോണിൽ എനിക്ക്. അത് കഴിഞ്ഞിട്ട് അവിടെ ഞാൻ കലാതിലകമായിരുന്നില്ല. പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആകെ ഒരു സമയം അതായിരുന്നു. കാരണം അന്നേ വരെ എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ എന്തിനാ കളിക്കണേ, എന്തിനാ ചെയ്യണേ. അച്ഛൻ പറയണു ഞാൻ കളിക്കണു, മാഷ് പഠിപ്പിക്കണോ ഞാൻ കളിക്കണം.
പക്ഷെ ആ സമയത്ത് എനിക്ക് ഭയങ്കര ഒരു ക്രേസ് ആയി പോയി. ഡാൻസിന്റെ അടുത്ത് തന്നെ എനിക്ക് ഭയങ്കര ക്രേസ് ആയിരുന്നു. അപ്പൊ ഞാൻ ഭയങ്കര ആത്മാർത്ഥതയോടുകൂടി പ്രാക്ടീസ് ചെയ്ത ഒരു സമയം അതാണ്. അപ്പൊ 3 ഡാൻസ് ഐറ്റം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, ഫോക്ക് ഡാൻസ്, ഇത് 3 3 എനിക്ക് ഫസ്റ്റ് കിട്ടി. അപ്പൊ ഭയങ്കര സന്തോഷായിരുന്നു. പിന്നെ കേരളോത്സവം ഞാൻ 99 സ്റ്റേറ്റ് ലെവൽ കേരളോത്സവം, അത് കണ്ണൂര് വെച്ച് നടന്നത്. അതിൽ കലാതിലകായിരുന്നു. അതിന് ഈ പറഞ്ഞ പോലെ എല്ലാ ഇവന്റ്സ് ഉണ്ടായിരുന്നു. മോഹിനിയാട്ടം, ഓട്ടംതുള്ളൽ, ഭരതനാട്യം, കുച്ചിപ്പുടി എല്ലാം ഉണ്ടായിരുന്നു. അതിനങ്ങനെ കലാതിലം കിട്ടി. എന്നിട്ട് അവിടുന്ന് സൗത്ത് സോൺ അല്ല, നാഷണൽ ലെവലില് മോഹിനിയാട്ടം റെപ്രസെന്റ് ചെയ്തിട്ട് പോയി. കേരള സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്തിട്ട് മോഹിനിയാട്ടം അവതരിപ്പിച്ചു. പിന്നീട് എപ്പോഴെങ്കിലും മോഹിനിയാട്ടം അങ്ങനെയുള്ള കണ്ടിന്യൂ ചെയ്തോ? ഇപ്പൊ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് മോഹിനിയാട്ടത്തിലാ. ഡിപ്ലോമ കോഴ്സ് ചെയ്യുന്നുണ്ട്. ഞാൻ പ്രൈവറ്റ് ആയിട്ട് പഠിച്ച കാരണം ആ ഒരു സർട്ടിഫിക്കറ്റിന്റെ ഒരു ഇമ്പോർട്ടൻസ് അതിന് കിട്ടിയിട്ടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഡിപ്ലോമ കോഴ്സ് ചെയ്യുന്നുണ്ട്. വേറെ എന്തെങ്കിലും പഠിക്കണം അങ്ങനെ തോന്നിയിട്ടുണ്ടോ രചന? കാരണം ഈ മുഴുവൻ ആർട്ട് ഫോംസും ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് അങ്ങനെ ഒരു പഠിക്കുന്നുണ്ട്, പഠിപ്പിക്കണുണ്ട്. ഇപ്പൊ ഭരതനാട്യം, കുച്ചിപ്പുടി അതൊന്നും കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ടില്ല. ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട് അല്ലാണ്ട്. പക്ഷെ എനിക്ക് എന്റെ ഒരു എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്ടറേറ്റ് എടുക്കണം എന്നാണ്. ഡോക്ടർ രചന അല്ലേ? മറിവായത്തിൽ വന്ന പോലെ അല്ല, ശരിക്കും ആരും പറ്റിക്കാതെ ഒരു നല്ല ഡോക്ടറായിട്ട് പോണമെന്നുണ്ട്. അപ്പൊ അത് മോഹിനിയാട്ടത്തിലാവണം എന്നാണ് ആഗ്രഹം. ഇപ്പൊ ഡോക്ടർ രചനയായാലും എങ്ങനെയാണ് ഇത്തരം ഇതൊക്കെ കണ്ടിന്യൂ ചെയ്യോ? പിന്നെന്താ, പിന്നെ ഇപ്പൊ ഇത് ആയിരുന്നില്ല, ഏറ്റവും എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എല്ലാവരും കുഴപ്പമില്ല, നന്നായി ചെയ്യണ്ട കേട്ടോ കുട്ടി എന്ന് പറയുമ്പോ ഒരു സന്തോഷം. അപ്പൊ ഓക്കെ, എനിക്ക് വഴങ്ങും എന്നുള്ള കാരണം ഞാൻ ആക്ടിങ് കണ്ടിന്യൂ ചെയ്യും. ഇപ്പൊ ആക്ടിങ്ങിലൂടെയാണ്, മറിമായത്തിലൂടെ എല്ലാവർക്കും അറിയാം രചന അല്ലെ. അപ്പൊ എന്തായാലും നമുക്ക് സിനിമ മാറ്റി നിർത്താൻ പറ്റില്ല. 1-2 സിനിമകളിലൊക്കെ ഇങ്ങനെ കൈ വെച്ചു അല്ലെ. അപ്പൊ അതെന്താ പറയാമോ? ഫസ്റ്റ് ഫിലിം അത് പറയാണ്ട് പറ്റില്ലല്ലോ. അതും ആക്സിഡന്റലി സംഭവിച്ചതാ. ഞാൻ തീർത്ഥാടനം എന്ന് പറഞ്ഞ ഫിലിമിന്റെ സെറ്റില് എന്റെ മാഷിന്റെ തന്നെ ഒരു ശിഷ്യ, കലാമണ്ഡലം കവിത ടീച്ചർ, കവിത ചേച്ചീന്റെ കൂടെ ഞാൻ അസിസ്റ്റ് ചെയ്യാൻ പോയതാ. ഡാൻസ് കൊറിയോഗ്രാഫി അസിസ്റ്റ് ചെയ്യാൻ പോയതാ. അപ്പൊ അതില് മെയിൻ ആയിട്ട് ചെയ്യണ കുട്ടീന്റെ കൂടെ ഉള്ള കുട്ടി ഭയങ്കര സൈസ്, ആ കുട്ടീനേക്കാളും സൈസ്. അപ്പൊ കണ്ണൻ അങ്കിളായിരുന്നു അതിന്റെ ഡയറക്ടർ. കണ്ണൻ അങ്കിള് ചോദിച്ചു, നിനക്ക് ചെയ്തുകൂടെ ചോദിച്ചു. അപ്പൊ ഞാൻ എന്തായാലും അവിടെ വെറുതെ ഇരിക്കല്ലേ, ഇവരുടെ കൂടെ വെറുതെ ഇരിക്കല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു ചെയ്യാൻ കുഴപ്പമില്ല. അങ്ങനെ എനിക്കൊരു വേഷമൊക്കെ തന്നു. പാവാടയും ബ്ലൗസ് ഇട്ടിട്ട് പാവാടയും പിടിച്ച്, ഞങ്ങൾക്ക് തന്നെയായിരുന്നു പണി. ഒരു സോങ് സീക്വൻസ് ആയിരുന്നു ഫസ്റ്റ്. അത് പാവാട പിടിക്കുക, പാടത്തുകൂടെ വിടുക, പാവാട പിടിക്കുക, പാടത്തുകൂടെ വിടുക. അപ്പൊ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഇപ്പൊ ചെയ്തത് സത്യനന്ദികാത് സാറിന്റെ മകൻ അനൂപ് സത്യൻ, ആ കുട്ടി ഡയറക്ട് ചെയ്തിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം ചെയ്തു. അതിന് ഇതുവരെ പേരിട്ടിട്ടില്ല. പിന്നെ ചെയ്തത് എന്റെ കൂടെ മറിമായത്തിൽ തന്നെ ചെയ്തിരുന്ന സിദ്ധാർത്ഥ ഉണ്ടല്ലോ, സിദ്ധാർത്ഥ് ശിവ, സിദ്ധുയുടെ പടം 101 ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട്, അതാണ് ചെയ്തത്. ആക്ടിങ്ങിന്റെ ശരിക്കും മറ്റൊരു ഇതാണ് പ്ലേസ് ചെയ്യുക അല്ലെ. ഇപ്പൊ ഒരു നാടകത്തിലും തിയേറ്ററിൽ കൂടി ഇങ്ങനെ കടന്നു വരികയാണ്. അപ്പൊ അതിനെ കുറിച്ച് കൂടെ ഒന്ന് പറയും. പ്ലേ ഇപ്പോ മാതാഹാരി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്കൂൾ ഓഫ് ഡ്രാമയുടെ പ്രൊഫസർ ആയിട്ടുള്ള വിനോദ് ബി നാരായണൻ മാഷ് ഡയറക്ട് ചെയ്യാൻ ഒരു പ്ലേ ആണ്. അപ്പൊ അതിന്റെ ഓൺ ഗോയിങ് പ്രോസസ് നടന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് അതിന്റെ ക്യാരക്ടർ? മാതാഹാരി ഷീ ഈസ് ആക്ച്വലി എ ഡാൻസർ. പിന്നെ ഒരു സ്പൈ കൂടിയായിരുന്നു അവര്. അപ്പൊ ആ രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ടുള്ള ഒരു സീക്വൻസ് ആണ്. അപ്പൊ ഇപ്പൊ രചനയുടെ ദിവസങ്ങൾ ചോദിച്ചാൽ എങ്ങനെയായിരിക്കും? അധ്യാപികയാണ്, പ്ലേ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളാണ് അല്ലെ. അതിനിടയിൽ ഞാൻ ഫുള്ളി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സത്യത്തിൽ, എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാൻ ഇഷ്ടമാണ്. അപ്പൊ പിന്നെ വേറെ കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ടല്ലോ. അപ്പൊ അമ്മ പറയും, നീ ഇങ്ങനെ നടന്നോ, ഒന്നും നോക്കണ്ട, കളിച്ചു നടന്നോ, വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കണ്ട എന്ന് പറയും. പക്ഷെ എനിക്ക് അതൊന്നും വലിയ വിഷയമല്ല. കാരണം അമ്മയുണ്ട് ഇപ്പൊ ചെയ്യാൻ. അമ്മ കാരണം ഞാനിങ്ങനെ തട്ടിമുട്ടി പോണു. സ്കൂളിൽ പോണു, വരുന്നു, ഷൂട്ടുള്ള ദിവസം ഇങ്ങോട്ടൊക്കെ വരുന്നു. പിന്നെ ഡ്രാമയുടെ റിഹേഴ്സൽസ് ഉണ്ടാകുമ്പോ അവിടെ പോണു. കുട്ടികളുടെ ക്ലാസ്സിന് വരുമ്പോ ക്ലാസ് എടുത്ത് കൊടുക്കണു, പഠിപ്പിക്കണു. ഒപ്പം ഞാൻ എന്റെ ക്ലാസ്സിന് പോണു. നീ മാസമേ നിന്നെഞ്ചിലേ പൂവാക ചോക്കുന്നതെന്തേ. ഡ്രൈവിംഗ് ഭയങ്കര ഇഷ്ടം. ലോങ് ഡ്രൈവ്സ്. ശരി, ഒറ്റയ്ക്കാണോ പൊതുവെ? ഇല്ല, ഞാൻ ഡ്രൈവ് ചെയ്യാറില്ല.